ഈ വീട്ടിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെയും പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മൂവിയോ അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് ചുട്ടയ്ക്ക് സമ്മതിക്കില്ല കേട്ടോ. ആദ്യം എഴുതുമ്പോൾ മാത്രമായിരുന്നു, ഇപ്പം ദേ ഡോണും കൂടി ചേട്ടൻ്റെ പിൻഗാമിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പൊന്നോ അമ്മ സിനിമ വെച്ചോട്ടെ കുറച്ച് നേരം. ആ വെക്കാൻ എന്തായാലും സമ്മതിക്കില്ല എന്നറിയാം. എന്നാലും ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ള എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇതേപോലെ ഒന്ന് ചോദിച്ചിട്ടാണ് തുടരും മൂവി ഞങ്ങൾ ടി വിയിലിട്ട് കണ്ടത് കേട്ടോ. അന്ന് ഇവൻ ഏതോ ഒരു മൂഡിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞതാണ് ആ കണ്ടോ എന്ന്. പക്ഷെ ഞങ്ങൾ വലിയ കാര്യത്തിൽ മൂവിയൊക്കെ ഇട്ട് തുടങ്ങി. ആ എഴുതി കാണിക്കലും ഇൻട്രോ കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ്റെ മൂടങ്ങ് മാറി. പിന്നെ ടിപ്പർ വെക്കലായി, JCB വെക്കാൻ പറയലായി, മൊത്തം കരച്ചിലും ബഹളായി. അതങ്ങനെ ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ല, കാരണം ഒന്നും നടക്കാൻ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവർ ടി വി കാണുന്ന ഗ്യാപ്പിലാണ് അമ്മ ഇവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് കാർ കഴുകാൻ പോയത്. കാരണം ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്ന് വെള്ളത്തിൽ കളിയായി കാർ കഴുകലൊന്നും നടക്കില്ല, മൊത്തം അലമ്പാക്കുമെന്ന് അറിയാം. പക്ഷേ ഇവരെല്ലാം മക്കള് ഇതേ മണത്തറിഞ്ഞ് വെല്ലിക്കാട്ട് ഷൂ ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവർ രണ്ടുപേരെയും മേയ്ക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് രണ്ടുപേരെയും ഞാൻ ഒറ്റയ്ക്ക് മേയ്ക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കൂട്ടിന് ഒന്നല്ലെങ്കിൽ ഐശോ അല്ലെങ്കിൽ പപ്പ ഉണ്ടാവും. ഇത് രണ്ടുപേരും ഉണ്ടായിരുന്നില്ല, ഞാനും എൻ്റെ രണ്ട് മക്കളും മാത്രം കേട്ടോ. എന്താവുമെന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും തല്ലു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും വേണം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും. അത് കാരണമാണ് ഇവിടെ ആരെങ്കിലും കൂടെ നിർത്താണ്ട് എങ്ങും ഇവർ പോവാറില്ല. അമ്മയും പപ്പയായാലും എങ്ങും പോവാറില്ല. പക്ഷെ ഇത് അമ്മയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ട് അമ്മ പോയതാണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ രണ്ട് മക്കളും നല്ല കുട്ടികളായിട്ട് എന്നോട് സഹകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് 3 പേരൊക്കെ കളിച്ച് ചിരിച്ച് അടിപൊളിയായിട്ട് നിന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു കരച്ചിൽ വേറെ ഒന്നിനുമല്ല, ഇവൻ ഈ ഇട്ടിരിക്കുന്ന ബനിയൻ മാറിയിട്ട് ഇവന് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള 2 സ്പൈഡർമാൻ്റെ ബനിയനുണ്ട്. ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും. അത് വേണം. ആ റെഡ് എന്ത് ചെയ്താൽ ഇവൻ ഊയാൻ സമ്മതിക്കില്ല. നരച്ച് കുമ്പളങ്ങ കുത്തിയ ബനിയനാണ്, എന്നാലും അത് വേണം. അപ്പോൾ അത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മേനോട് ചോദിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് കേട്ടോ. അവസാനം ഞാൻ ബ്ലാക്ക് കൊടുത്തു. മറ്റേത് അലക്കാൻ ഇട്ടേക്കണ കാരണം ഉണങ്ങിയിട്ടില്ല. ബ്ലാക്ക് മതിയെന്ന് ചോദിച്ചപ്പോൾ ആ ബ്ലാക്ക് മതിയെന്ന് പറഞ്ഞ് അവസാനം ബ്ലാക്ക് ഇടിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞതിന് പിണങ്ങിയിരിക്കായിരുന്നു. പിന്നെ ഞാൻ എടുത്തൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആളെ ഒന്ന് ഓക്കെ ആക്കാണ് കേട്ടോ. ഇപ്പോൾ കൊന്തമാസം ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ വൈകുന്നേരം കുർബാനയും കൊന്തയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും പോകാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് ഇവർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റുന്ന ദിവസമൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഇവനൊന്ന് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് റെഡിയാക്കി എടുത്തു. ഭയങ്കര പാടാന്ന് ഇവരെ റെഡിയാക്കി എടുക്കാനായിട്ട്, ഭയങ്കര ഡിമാൻഡഡല്ലായിരിക്കും. അങ്ങനെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ആ ബസ്സുമ്മ കയറിയിട്ടാണ് അഭ്യാസം കാണിച്ചത്. അപ്പോൾ ബസ്സുമ്മ കയറി നടു ഒടിയണ്ടെന്നും പറഞ്ഞിട്ട് അവസാനം സൈക്കിളുമ്മ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കുരുത്തക്കേടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.